ഇത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാണോ? ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രവാദികൾ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു. മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് താലിബാനിസമാണ് ഈ കൂട്ടർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെതിരായി സമൂഹമാകെ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ SDPI കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടും SDPI, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. മതരാഷ്ട്രവാദികൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് SDPI ഒക്കെ നടപ്പിലാക്കുന്ന ഇമാതിരി സദാചാര ഗുണ്ടായിസത്തിന് കുറവ് വന്നതാണ്. കുറച്ച് കാലം മുമ്പ് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു, എന്നാൽ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും തലപൊക്കുകയാണ്. അതിൻ്റെ കാരണം ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ, അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി SDPI ആയാലും ശരി, ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ നേരത്തെ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ നയം തന്നെ നിശ്ചയിക്കപ്പെടുന്നത് മതരാഷ്ട്രവാദികൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ബി ടീമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസും അതിൻ്റെ കൂടെയാണ്. യഥാർത്ഥത്തിൽ UDFൻ്റെ ഭാഗമാക്കി മതരാഷ്ട്രവാദികളെ മാറ്റിയതോടുകൂടിയാണ് താലിബാൻ മാതൃകയിലുള്ള ഫത്വ ഇറക്കാനും താലിബാൻ മാതൃകയിലുള്ള സദാചാര ഗുണ്ടായിസം നടത്താനും ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് ധൈര്യം വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് അതിൻ്റെ നിലപാട് പറയണം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് എന്താണ് കോൺഗ്രസിനൊന്നും പറയാനില്ലാത്തത്? കോൺഗ്രസ് നിലപാട് പറയണം. ഈ SDPIയുടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സദാചാര ഗുണ്ടായിസത്തെ നിങ്ങൾ പിന്തുണക്കുകയാണോ, അതോ നിങ്ങളുടെ സഖ്യകക്ഷിയായതുകൊണ്ട് ഇതൊക്കെ നടന്നോട്ടെ എന്നാണോ കോൺഗ്രസ് ചിന്തിക്കുന്നത്? കോൺഗ്രസ് ഇതിൻ്റെ മേലെ അവരുടെ നിലപാട് പറയണം. പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയണം. കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത് കേരളീയ സമൂഹത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യ കേരളമാകെ ഈ ഒരു സംഭവത്തിനെതിരായി ശക്തമായ രംഗത്ത് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി. ഈ ദേശാഭിമാനി വാർത്ത അനുസരിച്ചാണെങ്കിൽ മരിച്ച യുവതിയുടെ മാതാവ് ഫാത്തിമ CPMന്റെ അബൂമാസ്റ്റർ നഗർ ബ്രാഞ്ച് അംഗമാണ്. അവരുന്നയിച്ച ആരോപണങ്ങളെ അവരുടെ ആകുലതയെ CPM പൂർണ്ണമായും തള്ളിക്കളയാണ്. അല്ല, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായാലും ആ സംഭവം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് SDPIക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? SDPI ആരാ? അവർ പോലീസിൻ്റെ പണിയെടുക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെയും ആൺ സുഹൃത്തിനെയും ആൾക്കൂട്ട വിചാരണ നടത്തിയത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് തെറ്റാണ് എന്ന് പറയുന്നതല്ല ഈ സംഭവത്തിൻ്റെ കാരണം. ആൾക്കൂട്ട വിചാരണയാണ്. ആ ആൾക്കൂട്ട വിചാരണ നടക്കാനിടയായിട്ടുള്ള സാഹചര്യം എന്താ? അത് ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്നവർക്ക് ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥ മതരാഷ്ട്രവാദികളുടെ താലിബാനിസത്തിൻ്റെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് താലിബാനിസത്തിൻ്റെ മാനസികാവസ്ഥയിൽ കൈകാര്യം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ വഷളാക്കിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ ജീവനാണ് ഇല്ലാണ്ടായത്. ആ ജീവൻ ഇല്ലാതായ സംഭവമാണ്. മാതാവിന്റെ പരാതിയെക്കുറിച്ച് മാത്രമാണ് അവരുടെ അമ്മ പോലീസിൽ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയിൽ അവർ റഹീസിനെതിരെ ഉയർത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളെ പാർട്ടി എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? പാർട്ടി അംഗത്തിന്റെ പരാതിയാണ്. അതിനെ CPM എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അല്ല, റഹീസിനെതിരായിട്ട് കൊടുത്ത പരാതി പോലീസ് അന്വേഷിക്കല്ലേ? അത് പോലീസല്ലേ അന്വേഷിക്കേണ്ടത്? CPM അന്വേഷണ ഏജൻസി അല്ലല്ലോ.
അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടിയുടെ ആത്മഹത്യക്കിടയായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ എന്തുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അപമാനത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് SDPI ആണ്, അവരുടെ താലിബാനിസാണ്. അപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുമല്ലോ. അത് അന്വേഷിച്ചോട്ടെ, അന്വേഷിക്കുന്നതിൽ എന്താ തടസ്സം? ആ ചോദ്യത്തിൽ തന്നെ എന്താ പ്രസക്തി? CPM-ന്റെ പ്രതികളെ ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി SDPI ഇവർ ഈ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തുകയാണോ? അവരെ കൊണ്ട് ഇത് പരാതി കൊടുപ്പിക്കുകയാണോ? ഇങ്ങനെയൊക്കെ അല്ല, അതിൽ SDPI ഉണ്ടാക്കുന്ന ഈ മതരാഷ്ട്രവാദികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ് ഭീതി ഉണ്ടാക്കലാണ്. ഈ പറയുന്ന ആൾക്കൂട്ട ഗുണ്ട സദാചാര പോലീസിൻ്റെ അക്രമത്തിൻ്റെ പിന്നിലെന്താ? നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ആരോട് മിണ്ടണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീതിയുണ്ടാക്കി തങ്ങളുടെ മതരാഷ്ട്ര കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമൂഹമാണ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ചിലതിലുണ്ടായി വരും. ഭീതിയല്ല ഇവിടെ പ്രശ്നം. എന്താ ഇവിടെ പ്രശ്നം? ഒന്ന്, ആ കുടുംബത്തെ അപമാനിച്ചു. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി, ആൾക്കൂട്ട വിചാരണ നടത്തി, അതിൻ്റെ ഭാഗമായി കുട്ടി ആത്മഹത്യ ചെയ്തു. ആ സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ കുടുംബത്തിന് അപമാനം ഉണ്ടാകുമായിരുന്നില്ല. ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ മേലെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകൾ തന്നെ, ഇതിൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? 40 പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയാണ് സുഹൃത്ത്. ആരിൽ നിന്ന് കൈക്കലാക്കിയെന്നാ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ധ്വനി എന്താണ്? ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ആരാ അപമാനിക്കുന്നത്? ഞങ്ങൾ CPM ആണോ? ഈ പോസ്റ്റ് ഞാനിവിടെ വായിക്കുന്നില്ല. അതെ, അത് ഇതിൽ ഇങ്ങനെ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ആ കുടുംബത്തെയും, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ആ കുടുംബത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രചരണം വീണ്ടും നടത്തുകയാണ്. ആത്മഹത്യ ചെയ്ത കുട്ടിയെ വീണ്ടും അപമാനിക്കുകയാണ്, ആ കുടുംബത്തെ അപമാനിക്കുകയാണ്. അല്ല, അതൊന്നും എൻ്റെ വിഷയമല്ല. എല്ലാം തീർച്ചയായിട്ടും അതൊക്കെ അന്വേഷണത്തിൽ വരും. അത് ഞാൻ പറഞ്ഞല്ലോ. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് SDPI എടുക്കുന്നൊരു സമീപനമുണ്ട്. SDPI ഉൾപ്പെടെയുള്ള മതരാഷ്ട്ര നിലപാട് സ്വീകരിക്കുന്ന സംഘങ്ങൾ എടുക്കുന്ന സമീപനമുണ്ട്. ഭയപ്പെടുത്തി കീഴടക്കുക എന്നുള്ളതാണ്. ആ ഭയപ്പെടുത്തി കീഴടക്കൽ കേരളത്തിൽ നടക്കില്ല. ഭയപ്പെടുത്തി കീഴടക്കാൻ വേണ്ടി പലയിടങ്ങളിലും കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അത് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ആ സംഭവത്തെ വെച്ചുകൊണ്ട് ആ കുട്ടിയുടെ മരണമൊഴി, ആ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് മതിയല്ലോ. ആ കുട്ടി പറഞ്ഞതല്ലേ നാടെടുക്കേണ്ടത്. ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് SDPIക്കാർ നടത്തുന്ന പ്രചരണത്തിൻ്റെ പ്രായോജകരായിട്ട് നിങ്ങൾ ചിലർ വരരുത്.